إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം എന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ ആയുസ്സാണ്. ഒരാളുടെ സമയം അയാൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാനിരിക്കുന്ന ശാശ്വത ജീവിതത്തിൽ അയാൾ എന്നെന്നും നിലനിൽക്കുന്ന സുഖാനുഭൂതിയിലാണോ, അതല്ല ഒരിക്കലും തീരാത്ത ശിക്ഷയുടെ കേന്ദ്രത്തിലേക്കാണോ എന്നത് തീരുമാനിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, സമയം, ആയുസ്, നമ്മുടെ ജീവിതം എന്നത് ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാർമേഘങ്ങൾ പോലെ അതിങ്ങനെ വേഗത്തിൽ വേഗത്തിൽ നമ്മെ തലോടിക്കൊണ്ട് കടന്നു പോകുന്നതായി നമുക്ക് കാണാം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിന്നിടുമ്പോഴും നമ്മുടെ ഒരു ദിവസം, നമ്മുടെ ആയുസ്സിലെ 24 മണിക്കൂർ കഴിയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് മുന്നേ ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായവും ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായവും സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായവും ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായവും തുടങ്ങി ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ആയുസ്, സുദീർഘമായ കാലയളവ് അള്ളാഹു അവർക്കെല്ലാം നൽകിയിട്ടുണ്ട്. നല്ല ശക്തന്മാരായിരുന്നു, മല്ലന്മാരായിരുന്നു. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ കാണാം. അവർക്ക് ശിക്ഷ വന്നിറങ്ങിയപ്പോൾ ഈന്തപ്പനത്തടി കടപുഴകി വീഴുന്നത് പോലെയായിരുന്നു അവർ നിലംപതിച്ചത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള വലിയ വലിയ തലമുറകൾ, സമുദായങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചുപോയി. നൂറ്റാണ്ടുകൾ പിന്നിട്ട് നമ്മളിതാ ജീവിച്ചുകൊണ്ടിരിക്കുന്നു.
നമ്മിൽ നിന്നും രാപ്പകലുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? എന്തിനാണ് അള്ളാഹു രാപ്പകലുകൾ നിശ്ചയിച്ചത്? എന്തിനാണ് നേരം പുലരുന്നത്, രാത്രിയാവുന്നത്? അള്ളാഹു പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാം, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത്, രാവും പകലും ഒന്നിനു പിറകെ ഒന്നായി വരുന്നത്, അതിനെ കൊണ്ടുവരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. അല്ലാഹുവാണ് രാപ്പകലുകളെ മാറി മാറി കൊണ്ടുവരുന്നവൻ. ലിമൻ അറാദ അൻ യദ്ദക്കർ, ആരാണോ ഉറ്റാലോചിക്കാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഔ അറാദ ശുകൂറ, ആരാണോ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർക്കുള്ള ദൃഷ്ടാന്തമായി കൊണ്ടാണ് അള്ളാഹു ഇത് നിശ്ചയിച്ചത്. സഹോദരങ്ങളെ, രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത് ഒരു സത്യവിശ്വാസി അതിനെ നോക്കിക്കാണേണ്ടത് അത്ഭുതത്തോടു കൂടിയാണ്. ഗുണപാഠങ്ങൾ ആ രാപ്പകലുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കേണ്ട ഗുണപാഠമെന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. നമ്മുടെ ആയുസ്സാണ് ഈ തീർന്നു പോകുന്നത്. ഓരോ രാത്രിയും കഴിഞ്ഞു പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആയുസ് ചുരുങ്ങുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ സമയത്തിൻ്റെ കാര്യം. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, യുവാക്കളും യുവതികളും, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒരു വർഷത്തെ അധ്യയന വർഷം പൂർത്തിയാക്കി അവധി ദിവസങ്ങളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 2 മാസത്തോളം വരുന്ന സുദീർഘമായ ഒരു കാലയളവാണ് അവധി ദിവസങ്ങളായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ, മക്കൾക്ക് മുന്നിൽ വന്നെത്തിയിട്ടുള്ളത്. സാധാരണ എല്ലാവരും ധരിച്ചു വച്ചിട്ടുള്ളത് 2 മാസം വെറുതെ പാഴാക്കി കളയുക എന്നതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് 2 മാസം. സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം അതാണ് ഈ പറഞ്ഞ 2 മാസം. 2 മാസങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നും 60 ദിവസങ്ങൾ കൊഴിഞ്ഞു തീർന്നു. നമ്മൾ ചിന്തിച്ചു നോക്കണം, അതങ്ങനെ പാഴാക്കി കളയാനുള്ളതാണോ? അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മോട് നാം ചോദിക്കണം, എന്താണ് ഈ ദിവസങ്ങളിൽ എനിക്ക് ചെയ്യാനുള്ളത്? അലസമായി വെറുതെ കളഞ്ഞു കുളിക്കാനുള്ളതാണോ? വെറുതെ തീർത്ത് കളയാനുള്ളതാണോ ഈ ദിവസങ്ങൾ എന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്ക് നമുക്ക് കാണാം, ഇർതഹലത്തി ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറതു മുഖ്ബില. ദുനിയാവ് അത് പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതോടൊപ്പം ആഖിറം, പരലോകം, അത് മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ദുനിയാവിലെ എണ്ണം അത് കുറയുകയാണ്. ദുനിയാവ് ചുരുങ്ങുന്നു. ഐഹിക ജീവിതത്തിൽ നിന്നും നമ്മുടെ ഓരോ ദിവസവും കൊഴിഞ്ഞു തീരുകയാണ്. അതോടൊപ്പം അതിൻ്റെ മറുവശം എന്താണ്? പരലോകം നമ്മിലേക്ക് അടുത്തു വരുന്നു. നമ്മൾ ഓരോരുത്തരും പരലോകത്തേക്കുള്ള നമ്മുടെ യാത്ര അത് ചുരുങ്ങുകയാണ്. ഇന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പരലോകവുമായി, നമ്മുടെ ഖബർ ജീവിതവുമായി നാം അടുക്കുകയാണ് ചെയ്യുന്നത്. കേവലം ദുനിയാവ് തീർന്നു പോവുക മാത്രമല്ല, പരലോകത്തേക്കുള്ള യാത്ര ചുരുങ്ങുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിനും ആഖിറത്തിനും സന്താനങ്ങളുണ്ട്. അഥവാ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത് കേവലം ദുനിയാവ് മാത്രം,
പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ദുനിയാവിൻ്റെ മക്കൾ. അതേപോലെ തന്നെ പരലോകത്തിൻ്റെ സന്താനങ്ങളുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവർ ജീവിക്കുന്നു, പക്ഷേ അവരുടെ ലക്ഷ്യം പരലോകമാണ്. ഒരു മടങ്ങിപ്പോക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അങ്ങനെ രണ്ടു കൂട്ടരാണുള്ളത്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, അദ്ദേഹം ഉപദേശിക്കുന്നു, നിങ്ങൾ ആഖിറത്തിൻ്റെ പരലോകത്തിൻ്റെ മക്കളാവുക, പരലോകത്തിനു വേണ്ടി ജീവിക്കുന്ന ആളുകളായി തീരുക. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളാവരുത്. കേവലം ഭൗതിക ജീവിതം, ഐഹിക ജീവിതം, ദുനിയാവ് മാത്രമായി, അതിനുവേണ്ടി മാത്രമായി നിങ്ങൾ ജീവിക്കരുത്. കാരണം ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്നേ ദിവസം കർമ്മങ്ങളുണ്ട്. ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ ദിവസവും ഓരോ സമയവും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്, ഇബാദത്തുകൾക്കുള്ള അവസരമുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ഇന്ന് ഹിസാബില്ല, വിചാരണയില്ല. ഇന്ന് പ്രവർത്തിക്കാൻ മാത്രമുള്ള അവസരമാണ്. വഗദൻ, നാളെ, അഥവാ നമ്മൾ മരിച്ചു ചെന്നാൽ, പരലോകത്തെത്തിയാൽ, മഹ്ശറിലെത്തിക്കഴിഞ്ഞാൽ, ഹിസാബുൻ വലാ അമൽ, ഹിസാബ് മാത്രമാണ്, വിചാരണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അമലില്ല. പ്രവർത്തിക്കാനൊന്ന് അവസരം നൽകണേ എന്ന് പല ആളുകളും മരിക്കുന്ന സമയത്ത് ചോദിച്ചു നോക്കും. നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതിൻ്റെ ശേഷവും അവർ ചോദിച്ചു നോക്കും, ഒന്ന് മടങ്ങി പോവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകും. ഒന്ന് മടക്കി അയക്കണേ എന്ന് അട്ടഹസിക്കും. പക്ഷേ അവിടെ അമലില്ല, ഹിസാബ് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. വെറുതെ അങ്ങനെ കഴിഞ്ഞു പോവുക എന്നത് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായ ഒരു മനുഷ്യന് ഉപദേശം നൽകിയ ഹദീസ് നമുക്ക് കാണാം. അവിടുന്ന് ആ യുവാവിന് 5 കാര്യങ്ങൾ ഉപദേശം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുന്നേ നീ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. 5 സുപ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ 5 കാര്യങ്ങളും മറ്റൊരു 5 കാര്യങ്ങൾക്ക് മുന്നേ നീ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതിലൊന്ന് അവിടുന്ന് പറഞ്ഞു, വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിന്റെ ഒഴിവ് സമയം നീ തിരക്കിലായി പോകുന്നതിന് മുന്നേ നീ ഉപയോഗപ്പെടുത്തുക. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സുദീർഘമായ അവധി ദിവസങ്ങൾ വന്നു കിട്ടിയിട്ട് അത് പാഴാക്കി കളഞ്ഞ് ആയുസ് തുലച്ചു കളയുന്നവരാവരുത് നമ്മൾ. മറിച്ച് നമ്മുടെ സമയത്തിന് വിലയുണ്ട്. നമ്മുടെ സമയം എന്നത് നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മഹത്തായ വാക്ക് നമുക്ക് കാണാം. മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു, എൻ്റെ ഒരു ദിവസത്തിൽ, ആ ദിവസത്തിലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഞാൻ ദുഃഖിക്കാറുണ്ട്. ഇതുപോലെ മറ്റൊരു വിഷയത്തിലും ഞാൻ ദുഃഖിക്കാറില്ല, എൻ്റെ ഒരു ദിവസത്തിൻ്റെ കാര്യത്തിലല്ലാതെ. ആ ദിവസത്തിൻ്റെ സൂര്യൻ അസ്തമിക്കും. നഖസ ഫീഹി അജലി, ഒരു ദിവസത്തെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആയുസ്സിലെ ഒരു ദിവസം കുറഞ്ഞു. വലം യസ്ദദ് ഫീഹി അമലി, എനിക്കാവട്ടെ എൻ്റെ അമലിൽ നിന്ന് യാതൊന്നും വർദ്ധിപ്പിക്കാനൊട്ട് സാധിച്ചിട്ടുമില്ല എന്നതാലോചിച്ച് ഞാൻ വിഷമിച്ചതുപോലെ, ദുഃഖിച്ചതുപോലെ, സങ്കടപ്പെട്ടതുപോലെ മറ്റൊരു കാര്യത്തിൻ്റെ, മറ്റൊരു വിഷയത്തിൻ്റെ കാര്യത്തിലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാണ് ഈ പറഞ്ഞത് സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. ഒരു ദിവസമായാൽ ആ ദിവസം അതിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അത് കഴിഞ്ഞു. അങ്ങനെ ആ സൂര്യൻ അസ്തമിക്കുന്നത് കാണുമ്പോൾ മനസ്സ് പിടച്ചു പോവുകയാണ്, വല്ലാത്ത പ്രയാസമുണ്ടാവുകയാണ്. എന്തിൻ്റെ പേരിൽ? ആയുസ്സിലെ ഒരു ദിവസം കുറഞ്ഞു. പക്ഷേ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ, അമലുകൾ, ഇബാദത്തുകൾ അതാവട്ടെ വർദ്ധിപ്പിക്കാനൊട്ട് സാധിച്ചിട്ടുമില്ല എന്നതാലോചിച്ചുകൊണ്ട് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അവർ സമയത്തിൻ്റെ കാര്യത്തിൽ കാണിച്ച സൂക്ഷ്മതയായിരുന്നു ഇത്.
അവർ സമയം തുലച്ചു കളഞ്ഞവരായിരുന്നില്ല, അവർ സമയം പാഴാക്കി കളഞ്ഞവരായിരുന്നില്ല. പ്രിയമുള്ളവരെ, അതാ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞു, അദ്റക്തു ഖൗമൻ കാനൂ അലാ ഔഖാതിഹിം അശദ്ദു മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. എനിക്കൊരു സമൂഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അഥവാ സ്വഹാബികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ ആളുകൾ, അവർ തങ്ങളുടെ സമയത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങൾ നിങ്ങളുടെ ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും കാര്യത്തിൽ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അതിനേക്കാൾ പരിശ്രമകാരികളായിരുന്നു, അതീവ താല്പര്യമുള്ളവരായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ അതീവ തൽപരരാണ്. അതോരോന്നും സൂക്ഷ്മമായി ശ്രദ്ധിച്ച്, സൂക്ഷിച്ച്, നിരീക്ഷിച്ച് വിലയിരുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതിനേക്കാൾ സമയത്തിൻ്റെ കാര്യത്തിൽ അതീവ തൽപരരായിരുന്നു സ്വഹാബികൾ എന്നാണ് അവരെ കാണാൻ ഭാഗ്യം ലഭിച്ച താബിഈ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു വച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ സമയത്തിൻ്റെ കാര്യത്തിൽ. ഈ അവസരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവാക്കളെ, യുവതികളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സമയം അലസമായി പാഴാക്കി കളയരുത്. ഉപയോഗപ്പെടുത്താനുള്ളതാണ്. കുറേ പഠിച്ചില്ലേ, ഇനി വെറുതെ ഇരിക്കാം. ശരിയാണ്, കുറേ പഠിച്ചു, ഒരു വർഷം, ഒരു അധ്യയന വർഷം കഴിച്ചുകൂട്ടി, വലിയ ഒരു പരീക്ഷ നേരിട്ടു, എന്നിട്ട് വെറുതെ ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വെറുതെ ഇരുത്തവും കേവലം ഒരു ഇരുത്തമായി പോകരുത്. പ്രത്യേകിച്ച് യുവാക്കൾ, പ്രായപൂർത്തിയെത്തിയ ആളുകൾ, യുവതികൾ, വിദ്യാർത്ഥിനികൾ തങ്ങളുടെ ഫർളായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെ കാര്യം, കളിയിലും വിനോദത്തിലും ഉറക്കത്തിലും സോഷ്യൽ മീഡിയയിലുമായി സമയം ചിലവഴിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ആയുസ് തുലച്ചു കളയരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നശിച്ചവൻ എങ്ങനെ നശിച്ചു എന്ന് ചോദിക്കേണ്ടതില്ല. അതിനു മാത്രം വാതിലുകളുണ്ട്, അതിനു മാത്രം വഴികളുണ്ട്. നന്നായി അവൻ ഹിദായത്ത് ലഭിച്ചവൻ എങ്ങനെ ഹിദായത്ത് ലഭിച്ചു എന്നതാണ് ചിന്തിക്കേണ്ടത്. കാരണം അതിനു മാത്രം ഫിത്നകളാണ്, അതിനു മാത്രം കുഴപ്പങ്ങളാണ്, അതിനു മാത്രം ആശയക്കുഴപ്പങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിർബന്ധ കാര്യങ്ങൾ, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, പാഴാക്കി കളയരുത്. അതുപോലെ തന്നെ ദീൻ പഠിക്കാനുള്ള അവസരമായി നമ്മൾ ഈ ഒഴിവ് സമയത്തെ കാണണം. പ്രത്യേകിച്ച് ദീൻ പഠിക്കാനുള്ള സുവർണാവസരങ്ങളായി പല രൂപത്തിലുള്ള ക്യാമ്പുകളും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ മുൻഗാമികളുടെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെടുന്ന അത്തരം സഹവാസ കേന്ദ്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ പോയിരുന്ന് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും ശ്രദ്ധിക്കണം. നല്ല ഒരു സമയമാണിത്, നല്ല ഒരു കാലയളവാണ് യൗവനമെന്നത്. അത് പ്രിയമുള്ളവരെ, എന്തിൻ്റെയെങ്കിലും കാര്യത്തിൽ തുലച്ചു കളയരുത്. സമയം പാഴാക്കി കളയുക എന്നത് മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, മിൻ അലാമാത്തിൽ മഖ്തി ഇദാഅത്തുൽ വഖ്ത്. ഒരുവന് ശിക്ഷ ഇറങ്ങി എന്നതിൻ്റെ അടയാളമാണ് അവൻ സമയം പാഴാക്കി കളയുമെന്നുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള അദാബ്, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അവന് വന്ന് ലഭിക്കുന്നു എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഒരുവൻ സമയം പാഴാക്കി കളയുക എന്നുള്ളത്, വെറുതെ കളയുക എന്നുള്ളത്. അള്ളാഹു അവനെ കൈയൊഴിഞ്ഞു എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നാം പരിശോധിച്ച് നോക്കുക. ഇത് വിദ്യാർത്ഥികളോടും എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മെ കൈവിട്ടു എന്നതിൻ്റെ അടയാളമാണ് വെറുതെ നമ്മൾ സമയം പാഴാക്കി കളയുക എന്നുള്ളത്. കാരണം ആ പാഴാക്കി കളയുന്നത് നമ്മുടെ ആയുസ്സാണ്. ആയുസ് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് കാണാം. ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം പാഴാക്കി കളയുക എന്നുള്ളത് മരണത്തേക്കാൾ ഗൗരവതരമാണ്. ലിഅന്ന ഇദാഅത്തുൽ വഖ്തി തഖ്തഉക അനില്ലാഹി വദ്ദാരിൽ ആഖിറ. കാരണം സമയം
അതൊരുവൻ പാഴാക്കി കളയുക എന്നുള്ളത്, സമയം പാഴാക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നും പരലോകത്തെ കാര്യങ്ങളിൽ നിന്നും അവനെ മുറിച്ചു കളയുന്ന, തെറ്റിച്ചു കളയുന്ന കാര്യമാണ്. വൽ മൗത്ത്, എന്നാൽ ഒരാൾ മരിച്ചു പോവുക എന്നത് യഖ്തഉക അനി ദുനിയ വ അഹ്ലിഹാ, നിന്റെ ദുനിയാവിൻ്റെ കാര്യത്തിലും നിന്റെ കുടുംബത്തിൽ നിന്നും നിന്നെ വേർപെടുത്തുന്നു എന്നത് മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, മരണത്തേക്കാൾ അപകടകരമാണ്, ഗൗരവതരമാണ് സമയം പാഴാക്കി കളയുക എന്നതാണ് മുൻഗാമികൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ആയുസ് ഇത് പാഴാക്കി കളയാനുള്ളതല്ല. നമ്മുടെ സമയം നമ്മളത് മുതലെടുക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അഥവാ പരലോകത്തേക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കാനാണ് നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത്. ചെറിയ മക്കളുടെ കാര്യത്തിൽ, അതുപോലെ മുതിർന്ന മക്കളാകട്ടെ അവരുടെ കാര്യത്തിലും അവരവർ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാരൂപത്തിൽ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ് എന്ന സമയമെന്ന അവസരം, അതിൻ്റെ പ്രാധാന്യം എന്തുമാത്രം വലുതാണ് എന്നതാണ് ചുരുങ്ങിയ രൂപത്തിൽ സൂചിപ്പിച്ചത്. നമ്മുടെ സമയം, നമ്മുടെ ഒഴിവ് സമയം, അത് നാം പാഴാക്കി കളയാതെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോടും ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം രക്ഷിതാക്കളോടായി പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്, അഥവാ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഓരോരുത്തരും ഏതൊരു കാര്യത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടുവോ അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. മക്കൾ എന്നത് ഒരു ഉത്തരവാദിത്തമാണ്. മക്കളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒഴിവ് സമയം അവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുക. ശരിയാണ്, അത്യാവശ്യം യാത്രയും ഉല്ലാസ യാത്രകളും ഹറാമ് കലരാത്ത അത്തരം സാഹചര്യങ്ങളല്ലാത്ത രൂപത്തിൽ ഒരാൾക്ക് അള്ളാഹു അനുവദിച്ച രൂപത്തിലുള്ള വിനോദങ്ങളും തമാശകളും ഒക്കെ അനുവദനീയമാണ്. അതൊക്കെ ഉണ്ടാവുമ്പോഴും പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ദുനിയാവ് എന്നതല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, ആഖിറമാണ്, പരലോകമാണ്. അത് ഓരോ സമയത്തും നമ്മൾ ഓർമ്മിക്കേണ്ട, ചിന്തിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യം ഒഴിവു സമയമല്ലേ എന്ന് പറഞ്ഞ് അലസരായി നമ്മൾ അങ്ങനെ കൈയൊഴിയരുത്. എത്രയോ മക്കൾ നശിച്ചതിൻ്റെ കാരണം അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അവരുടെ രക്ഷിതാക്കളാണ്. മാതാപിതാക്കളുടെ അലസതയും അശ്രദ്ധയും കാരണമാണ് ഒരുപാട് മക്കൾ, നല്ല നല്ല മക്കൾ നശിച്ചു പോയത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമ നൽകുമാറാവട്ടെ.
പ്രിയമുള്ളവരെ, രക്ഷിതാക്കളെ, അതുകൊണ്ട് അവരെ ദീനിലേക്ക് അടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവരൊഴിവ് സമയത്തിലാണ്. നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ അവരെ വിളിച്ചു ഉണർത്തുക, കൊണ്ടുപോവുക. എൻ്റെ മോൻ ഇത്രയും കാലം പഠിച്ചല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങിക്കോട്ടെ. സുബഹിന് കിടന്നുറങ്ങുന്ന വലിയ വലിയ മുതിർന്ന മക്കൾ വീട്ടിലുണ്ടാവരുത്. അവരെ വിളിച്ചുണർത്തുക, മസ്ജിദുകളിലേക്ക് കൊണ്ടുപോവുക, ദീനിൻ്റെ മജ്ലിസുകളിലേക്ക് അവരെ കൊണ്ടുപോവുക, അത്തരം സഹവാസ കേന്ദ്രങ്ങളിൽ അവരെ കൊണ്ടുപോവുക, അവരെ ദീൻ പഠിപ്പിക്കുക. നല്ല അവസരമാണിത്. കാരണം ഭൗതിക പഠനത്തിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ടുള്ള സമാധാന അന്തരീക്ഷങ്ങളിലാണ് അവരുള്ളത്. അതുകൊണ്ട് ആ സമയം ദീന് നൽകാൻ, അവരെ നല്ല ഒരു യുവത്വം അവർക്ക് നൽകാൻ, നല്ല ഒരു ഭാവി ദീനിയായ ചുറ്റുപാട് നൽകാൻ നമ്മൾ പരിശ്രമിക്കുക. അതിലൂടെ അവർ മര്യാദയുള്ള മക്കളായിത്തീരും. അവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചു പോയിട്ടുള്ള തിന്മകൾ, പാപങ്ങൾ, മോശമായ ദുസ്വഭാവങ്ങൾ അതെല്ലാം മാറാനും അവർക്ക് ഹിദായത്ത് ലഭിക്കാനും നല്ല മക്കളായി നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള യുവതലമുറകളായി അവർ വളരാനും അത് കാരണമായി തീരും. കാരണം അദബ്, മര്യാദ എന്നത് അള്ളാഹുവിൻ്റെ ദീനിലാണുള്ളത്. ഈ ദീൻ പഠിക്കുമ്പോഴേ അത് കിട്ടുകയുള്ളൂ. നാളെ മരിച്ചു ചെന്നാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഇവിടെ ദുനിയാവിൽ ബാക്കിയാവണം. അവരുടെ ഭൗതിക പഠനങ്ങൾ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. മറിച്ച് ദീൻ നൽകിയാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മുടെ ഖബർ സന്ദർശിച്ച് അല്ലാഹു എൻ്റെ വാപ്പാക്ക് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്നു പറയുന്ന മക്കളുണ്ടാകും. അതല്ലെങ്കിൽ പണം കൊടുത്ത് ആളെ ഏൽപ്പിക്കും, നിങ്ങൾ ദ്വാരുന്നോളി ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്ന മക്കളായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവസരം രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് സൂചിപ്പിക്കട്ടെ, ഉപയോഗപ്പെടുത്തുക. കാരണം മക്കളെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ സഹോദരങ്ങളെ, അലസമായി മക്കളെ കയറൂരി വിടരുത്. ചില ആളുകൾ, രക്ഷിതാക്കൾ പറയാറുള്ളത്, സ്കൂളില്ല, മദ്രസയുമില്ല, മക്കളെ കൊണ്ട് ശല്യമാണ്, അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങ് വിടും, വൈകുന്നേരം കയറി വന്നോട്ടെ എന്ന നിലക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, മക്കൾ എവിടെ പോകുന്നു, ആരോടൊപ്പം കൂടുന്നു, എന്തൊക്കെയാണ് മക്കൾ കാണുന്നത്, എവിടെയൊക്കെയാണ് മക്കൾ പോയിരിക്കുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സാഹചര്യങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കയറൂരി വിടാനുള്ളതല്ല നമ്മുടെ മക്കളെ. മറിച്ച് നമ്മുടെ കൺമുന്നിൽ അവർ കളിച്ചോട്ടെ, ചിരിച്ചോട്ടെ, നമ്മുടെ കൺമുന്നിൽ നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും പോയി അങ്ങനെ നാൽക്കാലികളെ മേയാൻ വിടുന്നത് പോലെ പാടത്തും പറമ്പത്തും അങ്ങനെ വിടാനുള്ളതല്ല. മനുഷ്യരാണ്, മക്കളാണവർ. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി അവരങ്ങനെ കയറൂരി വിട്ടാൽ നാളെ മക്കൾ എവിടെ നിന്നെങ്കിലും മോശമായ വൃത്തികെട്ട പലതും പഠിച്ചു വന്ന് അത് പിന്നീട് മദ്രസകളിലും സ്കൂളുകളിലും പോയി പ്രവർത്തിക്കുമ്പോൾ അന്ന് മേലോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പെൺമക്കളുടെ കാര്യം ശ്രദ്ധിക്കുക. ആൺമക്കളും പെൺമക്കളും, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അവധി ദിവസങ്ങൾ മെഹറമില്ലാത്ത അന്യരായ ആളുകളുടെ വീടുകളിൽ പോയി താമസിപ്പിക്കും. അങ്ങനെയുള്ള ചുറ്റുപാടുകൾ അവർക്കുണ്ടാക്കി കൊടുക്കും. പാടില്ല. കുടുംബബന്ധം ചേർക്കൽ നല്ല കാര്യമാണ്. നമ്മുടെ കൂടെ പോവുക, കുടുംബബന്ധം ചേർക്കുക, തിരിച്ചു വരിക. ഒരുപാട് ദിവസം അവിടെ ഇവിടെയും അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുപോയി മക്കളെ താമസിപ്പിക്കുക. നമ്മുടെ വീടുകളിൽ സിനിമയോ സീരിയലോ കേബിളോ ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ചെല്ലുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ എല്ലാ മുസീബത്തുണ്ടാവും. മക്കൾ ഇതൊക്കെ കണ്ട് ശീലമായി തിരിച്ചു വരും. അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അവരുടെ വസ്ത്രധാരണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും, സംസാര രീതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അവരുടെ സ്വഭാവം ആടിമൂടി മാറും. ആരാണ് ഉത്തരവാദികൾ? രക്ഷിതാക്കളാണ്. അതുകൊണ്ട് അത്തരം ഒരു ദുരവസ്ഥയിൽ ഈ 2 മാസം കഴിഞ്ഞ്, വെക്കേഷൻ കഴിഞ്ഞ് പിന്നീട് മക്കളെ തിരിച്ചു കിട്ടുമ്പോൾ ഒന്നിനും കൊള്ളാത്തവരായി പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശാലമായ വിഷയമാണിത്. ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞത് തന്നെ ധാരാളമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക. രക്ഷിതാക്കളോടാണ് ഈ ഉപദേശം. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതോടൊപ്പം നമ്മളെല്ലാവരും, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മുടെ സമയം പാഴാക്കി കളയരുത്. ഉറങ്ങിയും മൊബൈലിൽ കളിച്ചും സോഷ്യൽ മീഡിയയിൽ
ചിലവഴിച്ചും ഗെയിമുകൾക്ക് പിന്നാലെ പോയിട്ടും നമ്മുടെ സമയങ്ങൾ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ തൊലച്ചു കളയരുത്. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മക്കൾക്ക് എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരിൽ നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. മുഅ്മിനായി ജീവിച്ച് അതിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക്, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത പറഞ്ഞ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ اغفر لنا وارحمنا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم إنا نسألك الهدى والتقى والعفاف والغنى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.